ഹലോ, നിങ്ങൾ ഈ കൊറിയൻ ബാർബിക്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കൊറിയൻ ബാർബിക്യൂ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ പോയ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അത് തന്നെ, എനിക്കത് പറയാറിഞ്ഞൂടാ. അപ്പം നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ജിബിനാപ്പിയുടെ ബർത്ത്ഡേ ആഘോഷിക്കലാണ്. മെനു കണ്ട് ഞങ്ങൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇരുന്നെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വർക്കിക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഡൈനിങ് ചെയ്യുന്ന ടേബിളിൽ തന്നെ ഒരു ബിൽഡിൻ ഗ്രില്ലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു മീറ്റിൻ്റെ ബേസ് പറയാം. നമ്മൾ പോർക്ക് ബെല്ലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ സൈഡായിട്ട് ഈ വക കുറേ സാധനങ്ങൾ ടേബിൾ നിറയ്ക്കത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കും. അതിൽ സ്റ്റീംഡ് റൈസ് ഉണ്ട്, ബോയിൽഡ് പംകിൻസ്, ഗാർലിക്സ്, എഗ്സ്, ചീസി കോണ്, പിക്കിൾഡ് ഒണിയൻസ്, കിംചി, കുക്കുംബർ എന്ന് വേണ്ട ഒരു ഡസൻ സാധനങ്ങൾ. നമ്മുടെ പോർക്ക് ബെല്ലി വന്നു. കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല ക്ലീൻ ആയിട്ട്, അതേപോലെ ഭയങ്കര റോ മീറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സും വന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ തന്നെ കുക്ക് ചെയ്താൽ നമുക്ക് തന്നെ തിന്നാം. കാര്യം ഇതൊരു ടീം വർക്ക് ആൻഡ് ഫൺ ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ പാവം ബലിയാടായത് വർക്കിയാണ്. വർക്കി കുക്ക് ചെയ്യും, ഞങ്ങൾ തിന്നും. വീണ്ടും വർക്കി കുക്ക് ചെയ്യും, ഞങ്ങൾ തിന്നും. ഈ ചൂടായ ഗ്രില്ലിലേക്ക് നമ്മൾ നമ്മുടെ മീറ്റ് ഇട്ട് തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുക്കും. ഓൾസോ ഈ സൈഡിൽ കാണുന്ന സ്പേസും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിലും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു സയൻസ് ലാബ് പോലെ ആവും കേട്ടോ. ആകെ മൊത്തം പുകമയം. പിന്നെ ഈ ഗ്രില്ലിന്റെ ചൂട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇവിടെ കൂടിയേക്കുന്നതെന്നും. ഓൾസോ ഇവൻ അറിയാണ്ട് തന്നെ ആ കേക്കും ക്യാൻഡിൽസും ഒക്കെ നമ്മൾ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റ് സമയമായപ്പോഴത്തേനും കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ജിബിനാപ്പി അവൻ്റെ 25th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തേക്കാണ്. ജിബിനാപ്പി ഈസ് ഓൾവേസ് മൈ ഗോ ടു പേഴ്സൺ. ഇപ്പം അഖിലില്ലെങ്കിൽ എനിക്ക് ഒന്നും നോക്കാണ്ട് കണ്ണും പൂട്ടി വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ ജിബിനാപ്പി. ഏത് പാതിരാത്രിയിലും ഇവൻ അവൈലബിൾ ആണ്. ഇപ്പം ഈ കൂടിയിരിക്കുന്ന ഇത്രയും പേരും നമ്മൾ കാനഡയിൽ വന്ന അന്ന് തൊട്ട് ഏകദേശം ഒരുമിച്ചായിരുന്നു കേട്ടോ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് മൂവ് ഔട്ട് ആവുന്ന വരെ നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലൊക്കെ ആയിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്കിടയിലേക്ക് വന്ന ആളായിരുന്നു ജിബിനാപ്പി. അപ്പോൾ ഇവൻ ഞങ്ങളെക്കാട്ടിലും ഒക്കെ ഒരുപാട് ചെറുതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഓമനത്തായിരുന്നു ഇവൻ്റെ അടുത്ത്. കാര്യം പ്രായത്തിൽ ഇളയതാണെങ്കിലും വായിന്ന് വരുന്നത് ഉപദേശം കേട്ടാൽ ഞങ്ങളുടെയൊക്കെ മുതുമുത്തച്ഛനാണെന്ന് തോന്നും. ഞങ്ങളുടെയൊക്കെ കണ്ണിലെ ഉണ്ണിയാണ് ജിബിനാപ്പി. മിക്കത് ഈ വീഡിയോ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേനും ഇവൻ എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. ഓൾസോ ജിബിനാപ്പിക്ക് ഞങ്ങളുടെയൊക്കെ സ്നേഹവും വാരിക്കോരി കൊടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ബില്ലും ഒക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ മെമ്മറിക്ക് ഒരു 1-2 ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.